ഹലോ മക്കളെ, 8ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വർഷവും മിനിമം 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ഗ്രാമർ സെക്ഷൻ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, എഡിറ്റിംഗ്. ചോദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ദർ ആർ സം എറേഴ്സ് ഇൻ ദ പാസേജ് ആൻഡ് ദേ ആർ അണ്ടർലൈൻ എഡിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ഇല്ലാണ്ട് നിങ്ങൾ തിയറി മാത്രം വെച്ച് പോയിട്ടൊന്നും കാര്യമില്ല. അപ്പം ആ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ 3 മാർക്ക് അല്ലെ 4 മാർക്കിന് ചോദ്യം വരുമ്പോൾ അത് മുഴുവനായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ക്ലിയർ ആണല്ലോ? പിന്നെ എക്സാമിനറിൻ്റെ ബാച്ചിൽ 9ാം ക്ലാസ്സിലെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ അടിച്ചു പൊടിച്ച് എക്സാമിനറിൻ്റെ ഫാക്കൽറ്റിനോടൊപ്പം പഠിക്കാം. 9ാം ക്ലാസ്സിൽ മാക്സിമം മാർക്ക് ഉണ്ടാകാം. ഓക്കെ, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ഫസ്റ്റ് ചോദ്യം ചെയ്ത് നോക്കുക. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തം നിങ്ങളുടെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് തന്നെ കിട്ടുകയാണെങ്കിൽ ഫുൾ കോൺഫിഡൻസ്, കിട്ടിയില്ലെങ്കിൽ പഠിക്കേണ്ട, ഞാൻ പഠിപ്പിച്ചുതരാം. ലൈഫ് വാസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. ദിസ് ജേർണി ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ്. ആലോചിച്ച് നോക്കി, വായിക്കുമ്പോൾ തന്നെ ഒന്നും കുഴപ്പം തോന്നില്ലേ? മാത്രമല്ല ആലോചിച്ച് നോക്കി, ഫസ്റ്റ് സെൻറ്റൻസ് വാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ദിസ് ജേർണി ഈസ് എ മിക്സ്ചർ എന്നാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസ് വാസിലും മറ്റേ സെൻറ്റൻസ് ഈസിലും എന്നുള്ള രീതിയിലാവാൻ പറ്റില്ല. മൊത്തം എന്താണ്, പ്രസൻറ്റ് ടെൻസിലെ കാര്യമാണ് പറയുന്നത്, അതല്ലേ? ദ ജേർണി ഈസ് എ മിക്സ്ചർ ഓഫ് എന്നാണ് പറയുന്നത്. അപ്പം ലൈഫും വാസ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല, ലൈഫ് ഈസ് എ ജേർണി എന്ന് പറഞ്ഞ് വരണം. മൊത്തം സെൻറ്റൻസ് നോക്കിയാൽ മതി. മൊത്തം സെൻറ്റൻസ് നോക്കേണ്ട, അടുത്ത സെൻറ്റൻസ് നമുക്ക് മനസ്സിലാവും സെൻറ്റൻസ് മൊത്തം പ്രസൻറ്റ് ടെൻസിലാണുള്ളത്. അപ്പോൾ ആ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാക്കാൻ വാസിനെ മാറ്റി നമ്മൾ എന്താക്കുന്നു, ഇസ് എന്നാക്കുന്നു. ഇത്രയുള്ള സംഗതി. ഓക്കെ, രണ്ടാമത്തെ നോക്കിക്കാം. ദിസ് ജേർണി ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസസ് ആണോ മക്കളെ? ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ജേർണിയാണ്, ഒരു ജേർണി ഓഫ് എന്ത്? നല്ല എക്സ്പീരിയൻസസും മോശം എക്സ്പീരിയൻസും രണ്ടും നിറഞ്ഞിട്ടുള്ള ഒരു ജേർണിയാണ്. അപ്പോൾ ഓറെന്നാണോ? ഓറെന്ന് പറഞ്ഞാൽ ഒന്നേം ഗുഡ് അല്ലേ ബാഡ്, അങ്ങനെയാണോ? അല്ല, രണ്ടും ഉണ്ട്. കോമൺ സെൻസ് ആണ്, ഇതിൽ ഗ്രാമറിൻ്റെ റൂൾസ് ഒന്നും ഇല്ല. ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് മനസ്സിലാവും ഇത് ഓറല്ല വരേണ്ടത്, ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസസ് വിച്ച് ഇസ് ട്രൂ അബൌട്ട് ട്രാവലിംഗ് ടു. ട്രാവലിംഗും അങ്ങനെ തന്നെയാണ്, ഗുഡും ബാഡ് എക്സ്പീരിയൻസും ഉണ്ടെന്നാണ്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടി നോക്കട്ടെ പരീക്ഷയിൽ. സച്ച് എക്സ്പീരിയൻസസ് മേ ഹെൽപ്പ് ദി ഇൻഡിവിജ്വൽ ഇൻ ഫേസിംഗ് ദ ചാലഞ്ചസ് ദാറ്റ് ലൈഫ് ത്രോ ടു ഹിം. മക്കളെ, ഇവിടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റാണോ ദേ ആണോ? സാർ, ലൈഫ് ഇറ്റാണ്. ഇറ്റാണ്. ത്രോ ആണോ ത്രോസ് ആണോ വരിക? പുറത്ത് വെക്കുക മക്കളെ. ഹീ അഥവാ ഷീ അഥവാ ഇറ്റാണെങ്കിൽ നിങ്ങൾ വേർബ് എസ് ഉള്ള ഫോം ഉപയോഗിക്കണം. ത്രോവും ത്രോസും ഉണ്ട്. ഏതുപയോഗിക്കും? എസ് ഉള്ള ഫോം ഏതാണ്? ത്രോസ് ആണ്. അപ്പോൾ ത്രോസ് ഉപയോഗിക്കണം. നേരെ മറിച്ച് അയ്യോ ദേവി, അയ്യോ ദേവി എന്ന് ഓർത്താൽ മതി. അയ്യോ ദേവി ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വേർബ് എസ് ഇല്ലാത്ത ഫോം ഉപയോഗിക്കണം. എസ് വേണ്ട, അതായത് ത്രോ ഉപയോഗിച്ചാൽ മതി. I throw, you throw, they throw, we throw. He throws, she throws, it throws. ഇവിടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അയ്യോ യുവും ദേവി ആയിട്ടല്ല നമ്മൾ ലൈഫിനെ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കണം? നമുക്കിതിന് പകരം ത്രോസ് ഉപയോഗിക്കണം. ഇങ്ങനെയാണ് ആ 3 മാർക്ക് കിട്ടുക. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഹീ പ്ലേസ്, ഷീ പ്ലേസ്, ഇറ്റ് പ്ലേസ്, ഹീ വാക്സ്, ഇറ്റ് വാക്സ്, ഷീ വാക്സ്. എന്നാൽ ഐ വാക്ക്, ഐ പ്ലേ, യു വാക്ക്, ദേ പ്ലേ, ദേ വാക്ക്, എല്ലാം വേർബ് എസ് ഇല്ലാത്ത വേർബ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ വന്നാൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സമയം വേസ്റ്റ് ചെയ്യാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? റെഡി, സെറ്റ്. നിങ്ങൾക്ക് കാണുന്നില്ലേ? യെസ്, ഉത്തരം പറയും. വീഡിയോ പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്ക്. മിസ്റ്റർ ഫെഡ്സർ poured a cup of cider and hand it to the little boy. എന്തൊരു പ്രശ്നമില്ലേ? എന്താ പ്രശ്നം? പോർഡ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് പാസ്റ്റിലാണ് ഓൾറെഡി. അപ്പോൾ ഹാൻഡ് മതിയോ? അതും പാസ്റ്റിലേക്ക് ആക്കണ്ടേ? പോർ ചെയ്തു, ഹാൻഡും ചെയ്തു. പാസ്റ്റ് ടെൻസിലേക്ക് ആക്കും. എങ്ങനെ പാസ്റ്റ് ടെൻസ് ആക്കാം മക്കളെ? ഹാൻഡഡ്. ഡാൻസിൻ്റെ പാസ്റ്റ് ഡാൻസ്ഡ്, പ്ലേഡിൻ്റെ പാസ്റ്റ് പ്ലേഡ്, ഹാൻഡിൻ്റെ പാസ്റ്റ് ഹാൻഡഡ്. ഇറ്റ് ടു ദി ലിറ്റിൽ ബോയ്. ദി ലിറ്റിൽ ബോയ് ഡ്രാങ്ക് ഇറ്റ് ഡൗൺ ഗ്രേറ്റ്ഫുള്ളി. ഗ്രേറ്റ്ഫുള്ളിയുടെ സ്പെല്ലിംഗ് എന്താണ് മക്കളെ? കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? ഒന്നുമില്ല, ഒരു ഈ വരണം എന്നേ ഉള്ളൂ. പല പ്രാവശ്യവും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമായിരിക്കും ഗ്രാമറിൽ ഉണ്ടാവും. ഇതൊക്കെ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾക്കും വരിക. ഹണ്ടിങ് ഫോർ ഹൗസസ് വേർ തേഴ്സ്റ്റി വർക്ക്. വേർ എന്നാണോ വരിക? അല്ലെങ്കിൽ ചോദിക്കും നോക്ക്. ഹണ്ടിങ് ഫോർ ഹൗസസ്, ഈ ഒരു കാര്യം അതിന് നമ്മൾ ദേ എന്നാണോ പറയുക, ഇറ്റ് എന്നാണോ പറയുക, യു ആണോ വി ആണോ?
ഹണ്ടിങ് ഫോർ ഹൗസസ് എന്ന് പറഞ്ഞൊരു കാര്യം, അതിന് ഇറ്റ് ആണല്ലേ, ഇറ്റ് വാസ് എന്നാണ് വരിക. അപ്പോൾ വീണ്ടും പഠിച്ചോ, ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ ഇസ് അല്ലെങ്കിൽ വാസ് ആണ് വരിക, ഇസ് അല്ലെങ്കിൽ വാസ് ആണ്. അയ്യോ ദേവി ആണെങ്കിലോ ആറ് അഥവാ വേർ എന്നാണ് വരിക. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഐക്ക് മാത്രം വ്യത്യാസമുണ്ട്, ഐ ആം എന്നാണ് വരിക. പക്ഷേ യു ആർ, ദേ ആർ, വി ആർ. ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്. ഐ മാത്രം മകളെ പാസ്റ്റ് ടെൻസിൽ എന്താണ് വരിക, ഐ വാസ് എന്ന് തന്നെയാണ് വരിക. ഐ എക്സെപ്ഷൻ ആണ്. ആ എക്സെപ്ഷൻ ഒരിക്കലും പരീക്ഷ ചോദിക്കാറുണ്ട്, പേടിക്കണ്ട. യു വേർ, ദേ വേർ, വി വേർ, എല്ലാം വേറാണ് വരിക. ഐക്ക് മാത്രം ഐ വേർ വരില്ല, ഐ വാസ് ആണ്. അപ്പോൾ ഐ ഒരു എക്സെപ്ഷൻ അതിന് ട്രീറ്റ് ചെയ്യാം കേട്ടോ. ഐ നമ്മളിതിൽ കൂട്ടണ്ട ശരിക്കും, പക്ഷേ അതിനെ നമ്മൾ കൂട്ടുകയും ചെയ്യും. കാരണം മിക്ക കാര്യങ്ങളും ഇവർ ഒരുമിച്ചായിരിക്കും ഉണ്ടാവും. സാർ വേറെ ഏത് കാര്യങ്ങളും ഇവർ ഒരുമിച്ചുള്ള നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വേർബിൻ്റെ കാര്യത്തിൽ. അതുകൂടാതെ ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നമ്മൾ ഈ രീതിയിലാണ് ആലോചിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? റെഡിയാണ്, ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇറ്റ് വാസ്, വേറെ വരില്ല, വാസ് ആണ് വരിക. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, ട്രൈ ചെയ്ത് നോക്ക്. വൺസ് മോർ ദേ ലുക്ഡ് ഫോർ ദി ഹിൽസ് ഹു സീം ടു റോസ് അപ്പ്. മലകളെ നോക്കി, ഫോർ ദ ഹിൽസ് ആണോ അതിൽ നോക്കി എന്ന് പറയുന്നത് നമ്മൾ ഫോർ ദ ഹിൽസ് ആണോ പറയാ, അറ്റ് ദ ഹിൽസ് ആണോ പറയാ? ലുക്ഡ് അറ്റ് ദ ഹിൽസ് അല്ലേ? ഹിൽസിനെ തപ്പി എന്നാണ് പറയുന്നതെങ്കിൽ, തപ്പി നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഫോർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ എം ലുക്കിംഗ് ഫോർ മൈ ലോസ്റ്റ് ടോയ്, ലോസ്റ്റ് ഡോൾ, ഐ എം ലുക്കിംഗ് ഫോർ ഇറ്റ്. ഞാൻ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷെ മലനെ തപ്പേണ്ട ആവശ്യമുണ്ടോ? അല്ല, മലനെ നോക്കുകയാണ്. ഐ എം ലുക്കിംഗ് അറ്റ് ദ ഹിൽ അല്ലെ മൗണ്ടൻ. വൺസ് മോർ ദേ ലുക്ഡ് അറ്റ് ദ ഹിൽസ് ഹൂ സീം ടു. മക്കളെ, ഹിൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണോ? അല്ല. അപ്പോൾ നമ്മൾ ഹൂ എന്ന് പറയോ? ഇല്ല. അപ്പോൾ എന്താ പറയുക? വിച്ച് എന്ന് പറയും, അല്ലെ ദാറ്റ് എന്ന് പറയാം, വിച്ച് എന്ന് പറയാം. വിച്ച് സീം ടു റോസ് അപ്പ് എന്ന് പറയുമോ? ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ടുവിൻ്റെ കൂടെ എപ്പോഴും വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് വരിക. വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് വരിക. അതായത് ടു പ്ലേ എന്ന് മതി, ടു പ്ലേഡ് എന്ന് വരില്ല, ടു പ്ലേയിങ് ഒന്നും വരില്ല. ടു ഡാൻസ് എന്ന് മതി, ടു ഡാൻസിങ് എന്ന് വരില്ല, ടു ഡാൻസ്ഡ് എന്ന് വരില്ല. അങ്ങനെയാണ് പറയൂ. റോസ് എന്ന് പറഞ്ഞാൽ റൈസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. റൈസ് ചെയ്യുക, റൈസ് ചെയ്തു എന്നാണ് പറയുക, റൈസ്ഡ് എന്ന് പറയില്ല. ദ സൺ റോസ് അപ്പ് എന്നാണ് പറയുക. പക്ഷെ ടുവിൻ്റെ കൂടെ വരുമോ? ടുവിൻ്റെ കൂടെ എപ്പോഴും പ്രസൻറ്റ് ഫോമേ വരുള്ളൂ. റോസിൻ്റെ പ്രസൻറ്റ് എന്താണ്? റൈസ് ആണ്. ടു എന്താണ് മക്കളെ വരിക? ടു റൈസ് അപ്പ്. ക്ലിയർ ആണല്ലോ? സീം ടു റൈസ് അപ്പ് ഔട്ട് ഓഫ് ദി ഡീപ്പ് ഷാഡോ ഇൻ ടു ദി ലൈറ്റ്. ഓക്കെ മക്കളെ, നോക്കിക്കോ. വൺസ് മോർ ദേ ലുക്ഡ് ഫോർ അറ്റ് ദ ഹിൽസ് വിച്ച് സീം ടു റൈസ് ഔട്ട് ഓഫ് ദി ഡീപ്പ് ഷാഡോ ആണോ ഷാഡോസ് ആണോ വരിക മക്കളെ? ഷാഡോസ് ആണ് വരിക. ഡീപ്പ് ഷാഡോസ് ഇൻ ടു ദി ലൈറ്റ്. ആൻഡ് ദെൻ ദേ then together they went home. ഷാഡോകൾ, ഒരു ഷാഡോ എല്ലാം ഉണ്ടാവും, പല പല ഷാഡോസ് എന്നല്ലേ ഇത് വരിക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീല് കിട്ടി എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെ ചെയ്യണമെന്ന്. മാത്രമല്ല ഈ ചോദ്യങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും റൂൾസ് പഠിക്കാൻ ബെസ്റ്റ്. കാരണം റൂൾസ് പഠിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ആ റൂൾസ് പഠിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് നാളെ ഇതുപോലെ ടു പ്ലേയിങ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടുവിൻ്റെ കൂടെ പ്ലേയിങ് വരാൻ പാടില്ല, ടു പ്ലേ വരാൻ പാടില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. റെഡിയാണല്ലോ? അപ്പോൾ ഇത് ഒന്നും കൂടി കറക്റ്റാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു ചോദ്യം നിങ്ങൾ ട്രൈ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്, പരീക്ഷയിൽ വരാൻ ചാൻസും ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ മാത്രമല്ല 1, 2, 3 ഈ 3 ചോദ്യങ്ങൾ പോസ് ചെയ്തിട്ട് ഇതും കൂടി നിങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ എഡിറ്റിംഗ് എന്ന് ചോദ്യം വന്നാൽ ആ 3 or 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ഇത് ഞാൻ ഗ്യാരണ്ടി തരാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ആൻസർ അടക്കം യൂസ്ഫുൾ ആണ്, അതും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവിലും മറ്റൊരു വീഡിയോയിലായിട്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.